ഖുർആൻ ഓതാൻ തീരുമാനിച്ചോ, മക്കളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചോ, അല്ലാതെ അധപ്പതനത്തിന്റെ വഴിയിലൂടെ നടന്നു പോകല്ല പെങ്ങളെ. എത്രയെത്ര അഹങ്കാരികളെ കണ്ടവരാ. അതാ സിനിമാ നടിമാരെയും സീരിയൽ നടിമാരെയും ഗായികമാരെയും കണ്ടിട്ട് പഠിക്കല്ലേ പെണ്ണെ. ഇന്ന് ഏറ്റവും വലിയ വൃത്തികെട്ടവൾ മുസ്ലിം പെണ്ണല്ലേ. ഇന്ന് ഏറ്റവും വലിയ വൃത്തികെട്ടവൾ മുസ്ലിം പെണ്ണല്ലേ. ഞാനും എന്റെ പ്രിയ സുഹൃത്തുക്കളുടെ കൂടെ വണ്ടിയിൽ വരുമ്പോൾ, വാഹനത്തിൽ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കുന്ന ഒരു ക്ലിപ്പ് കാണുകയാ. അതാ ക്ലിപ്പ് കണ്ടപ്പോ മനസ്സിന് വല്ലാത്ത വേദനയായി. ആരുടെ ക്ലിപ്പ് എന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ കണ്ണൂര് സീനത്തിന്റെ പാട്ടുകാരിയായ കണ്ണൂര് സീനത്തുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ ഒരു വാക്ക് കേൾക്കുകയാ. ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയുമോ? അവളെ കുറിച്ച് പ്രവാചകന്മാര് വിമർശിച്ചപ്പോൾ, അവളെ കുറിച്ച് അവളുടെ മോശത്തരങ്ങളെ കുറിച്ച് സദസ്സുകളിൽ ഉലമാക്കൾ പറഞ്ഞപ്പോൾ, ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയുമോ? ഹാഫിദുകളെയും ആലിമീങ്ങളെയും ഉസ്താദുമാരെയും പരസ്യമായി വിമർശിക്കുകയാ. വാട്സപ്പിലും യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാ. എന്റെ പൊന്നുമോളെ സീനത്തെ, നിനക്ക് ഖുർആൻ എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ എന്തെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിനക്കെന്ത് വിവരമാണുള്ളത്? കണ്ണൂര് സീനത്തിനോട് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് നിനക്കെന്ത് ബോധമാണുള്ളത്? നീ മുസ്ലിമാണോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പോലും നേരെ ഓതാൻ അറിയാത്ത സീനത്തോതിയത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതുകയാ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഒരായത്ത് പോലും നല്ല രീതിയിൽ ഓതാൻ അറിയാതെ എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുകയാ. ആലിമീങ്ങളെ കുറ്റം പറയുകയാണ്. ഔഷാദവാകവിയും കബീറവാകവിയും പ്രവാചകന്മാരെ മുഴുവനും അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോ സീനത്തെന്ന പെണ്ണിനോട് ഞാൻ ചോദിക്കുകയാ. ശരീരം മറയ്ക്കാതെ പൊടിവേദികളിൽ ജനങ്ങളെ മുഴുവനും ഇടയ്ക്ക് മറിച്ചുകൊണ്ട് പാട്ടുപാടുന്ന സീനത്തെന്ന പെണ്ണിനെ ഹാഫിദിനെ കുറിച്ചറിയില്ല പോലെ. ഒരു ദിവസം നീയും ചാകുമടി, ഒരു ദിവസം നീ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോളെ അന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവന്റെ വില നിനക്കറിയാ, ആലിമിന്റെ വില നിനക്കറിയാ. അന്ന് കബറിനകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ പാട്ടുപാടിയപ്പോ കയ്യടിച്ചവൻ വരില്ല, കൂടെ കളിയാക്കിയവൻ വരില്ല, നിന്നെ പ്രോത്സാഹനം ചെയ്തവൻ വരില്ല, നിന്റെ കൂടെ നിന്ന ഒരുത്തനും വരില്ല. കബറിനകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് 3 ദിവസം കഴിയുമ്പോ പുഴുക്കളെ നിന്നുകൊണ്ട് 6 മണ്ണിന്റെ കബറിനകത്ത് നീ കിടക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഹാഫിദീങ്ങളുണ്ടല്ലോ. പൊന്നുമോളെ, എത്ര കൊല്ലം കഴിഞ്ഞ് കബറിനകത്തേക്ക് നീ പോയി നോക്കിയാൽ അതാ പുഴുമരിക്കാതെ കബറിനകത്ത് കിടക്കുകയാ. കബന്തിരി പോലും നശിക്കാതെ കബറിനകത്ത് ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് ഹാഫിദാമോളെ, ആലിമാമോളെ. നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ അവകാശമില്ല. ബാക്കവി എന്ന് പോലും പറയാൻ അറിയാത്തവളാ ആലിമീങ്ങളെ കുറ്റം പറയുന്നത്. ഏതാലിമീങ്ങളെന്നറിയുമോ? അതാ ജീവിതത്തിന്റെ നല്ല ഒരു പ്രായം അടിച്ചു പൊളിച്ച് നടക്കേണ്ട പ്രായമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഇൽമ പഠിക്കാൻ ആലിമീങ്ങളുടെ മുന്നിൽ 10-12 വർഷക്കാലം പോയിരുന്ന് കഷ്ടപ്പെട്ട് ഇൽമ പഠിച്ച് എന്നിട്ട് അന്യനാടുകളിൽ പോയി ബാക്കിയാത്ത് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയി മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു കഷ്ടപ്പെട്ട് ഇൽമ പഠിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് പറയുമ്പോ നിനക്ക് പുച്ഛമായോ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിയോ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കളിയാക്കിയവരുണ്ടല്ലോ, പ്രവാചകനെ വേദനിപ്പിച്ച ഒരുത്തരും നല്ല രീതിയിൽ മരിച്ചിട്ടില്ല. അബൂജഹല് ചത്തതെങ്ങനെയെന്നറിയുമോ? അബൂജഹല് പ്രവാചകനെ ചീത്ത വിളിച്ചവനാ, പ്രവാചകനെ കളിയാക്കിയവനാ. അബൂജഹല് ചത്തത് ഈന്തപ്പനിമരത്തിന്റെ ഓലയുടെ മുഴുവൻ ശരീരം പൊടിത്തലിഞ്ഞ ശരീരമെടുത്ത് കെട്ടിവെച്ചിട്ട് അതാ മലഞ്ചെരികൾ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് തുടിച്ചു ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ആലിമീങ്ങളെ വേദനിപ്പിക്കുന്ന കണ്ണൂർ സീനത്ത് ആലിമാരെന്നറിയുമോ? നീ ആലിമെന്നാണെന്നറിയുമോ? നീ ആലിമാരാണെന്ന് പഠിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തര അവകാശികളാ, അമ്പിയാക്കളുടെ അനന്തര അവകാശികളാ. ആലിമീങ്ങളെ കുറ്റപ്പെടുത്തിയ, ആലിമീങ്ങളെ കളിയാക്കിയ മോളെ
നല്ല രീതിയിൽ നിനക്ക് മരിക്കാൻ കഴിയില്ല. ഈ ദുനിയാവിൽ കിടന്ന് പുളിപ്പണിഞ്ഞ് ചാകേണ്ടി വരുമ്പോൾ അതുകൊണ്ട് പടച്ചവനെ മറക്കല്ലേ, അഹങ്കാരിയാകല്ലേ. അതുകൊണ്ട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ മുന്നിലേക്ക് തൗബ ചെയ്യാൻ തീരുമാനിച്ചു, പടച്ചവന്റെ മുന്നിലേക്ക് ഖുർആൻ പഠിച്ചവരെ ബഹുമാനിച്ചോ, ആലിമീങ്ങളെ ബഹുമാനിച്ചോ, ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു, ഖുർആൻ പഠിച്ചുകൊണ്ട് പടച്ചവനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവേ, ആസീനത്തെന്ന പെണ്ണിന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ. ആലിമീങ്ങളെ സ്നേഹിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ, ആലിമീങ്ങളെ സ്നേഹിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ, മഹാന്മാരെ ബഹുമാനിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവരെ, ഈ മഖാമിന്റെ ഉള്ളിൽ കഴിയുന്ന മഹാരഥന്റെ ബർക്കത്ത് കൊണ്ട് ഈമാൻ നിലനിർത്തണേ അല്ലാ, ഈമാൻ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവർ ഹാഫിളായ ആലിമാരെ നമുക്കറിയാവോ? ഹാഫിളായ ആലിമാ നമുക്കറിയാവോ? അവൾ ഓതിയ ഒരായത്തുണ്ട്. ഏതായത്ത്? കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് എന്നാ ഓതുന്നത്. നമുക്കൊരു അക്ഷരം പോലും പറയാൻ അറിയില്ല. ഒരു മുസ്ലിമായ പെണ്ണ് അവളെ ഉസ്താദന്മാരുടെ തോണി കയറുന്നത് കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. സാ എന്ന് പറയുന്ന ഒരു അക്ഷരം ദാല് പറയാൻ അറിയാത്തവളെ ഉസ്താദന്മാരെ പഠിപ്പിക്കുന്നത്. എന്തായാലും അവൾ ഓതിയ ആയത്ത് കൊള്ളാം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരത്തിനും മരണമുണ്ട്. അവിടെ വെച്ച് കാണാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് എടുത്തുക. അതിനകത്ത് അവൾ പറയുന്നുണ്ട്, കാസർഗോഡത്തെ ആണുങ്ങൾക്ക് എന്റെ താരാട്ട് കെട്ടിയാലേ ഉറക്കം വരുത്തുള്ളൂ, അവളുടെ താരാട്ട് കെട്ടിയാലേ ഉറക്കം വരുത്തുള്ളൂ. ഏത് കാസർഗോഡുകാരനാ അങ്ങനെ ഉറക്കം വരുന്നത്? ഏത് കാസർഗോഡുകാരനാ ശരീരത്തിൽ നല്ല വാപ്പയ്ക്കും നല്ല ഉമ്മയ്ക്കും പറഞ്ഞ ശരീരത്തിൽ ഈമാനിന്റെ ഒരു തുള്ളി രക്തമെങ്കിലും ഓടുന്ന ഒരുത്തനും അവളുടെ പാട്ട് കേട്ടിട്ടല്ല ഉറങ്ങുന്നത്? അള്ളാഹു അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഈമാനുള്ളവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വെളുപ്പോളകളുടെ വൃത്തികെട്ടവർ ഈ സമുദായത്തിൽ വരുന്നത് ഏറ്റവും വലിയ മാനക്കേടാണ്. അള്ളാഹു അതുകൊണ്ട് അങ്ങനെ